ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ അമ്മയുടെ ബർത്ത്ഡേ സെലിബ്രേഷനാണ്. അപ്പോൾ നമ്മൾ ബർത്ത്ഡേക്ക് അമ്മയ്ക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു സാധനം ഗിഫ്റ്റായിട്ട് കൊടുക്കുവാണ്, അതായത് ഫോണ്. അപ്പോൾ ഈ ഫോണാണ് ഞങ്ങൾ വാങ്ങിയത്. അപ്പോൾ ഞങ്ങൾ ഈ ഫോൺ വാങ്ങിയ വിവരമൊന്നും അമ്മ അറിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ 3 മക്കളും കൂടിയിട്ടാണ് ഈ പ്ലാനെല്ലാം ചെയ്യുന്നത്. സപ്പോർട്ടിന് ഞങ്ങളുടെ ഭർത്താക്കന്മാരും പിന്നെ എൻ്റെ ബ്രദറിൻ്റെ വൈഫൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫോൺ വാങ്ങിച്ച് കൊടുക്കാമെന്ന് പ്ലാൻ ചെയ്തു. അങ്ങനെ ഞങ്ങൾ 3 മക്കളും കൂടി ക്യാഷൊക്കെ ഷെയർ ഇട്ട് അങ്ങനെ ഞങ്ങൾ ഒരു ഫോൺ വാങ്ങിച്ചു. അമ്മയ്ക്ക് വിവോ Y29 മോഡലാണ് വാങ്ങിച്ചത്. അപ്പോൾ എന്തായാലും അമ്മയ്ക്ക് ഇത് അടിപൊളി ഫോണാണ്. അമ്മയുടെ പഴയ ഫോണാണെങ്കിൽ ഡിസ്പ്ലേ ഒക്കെ പോയി ഭയങ്കരമായിട്ട് മോശം അവസ്ഥയിലായിരുന്നു കേട്ടോ ആ ഫോണ്. അപ്പോൾ അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. ഈ അമ്മ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ യൂട്യൂബിലെ വീഡിയോസും പിന്നെ ഹോട്ട്സ്റ്റാറിൽ ഈ ബിഗ് ബോസും സീരിയലൊക്കെ കാണും. അപ്പോൾ അതിനൊക്കെയാണ് അമ്മയ്ക്ക് ഫോൺ വേണ്ടത്. അപ്പോൾ ആ ഡിസ്പ്ലേ പോയ ഫോൺ വെച്ചാണ് അമ്മ ഇത്രയും ദിവസം കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് പാവം തോന്നി. അങ്ങനെ എന്തായാലും ഞാൻ ഫോൺ വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ബർത്ത്ഡേയുടെ തലേ ദിവസം രാത്രി ഫോൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ചേട്ടനാണ് വാങ്ങിയിട്ട് വന്നത്. പിന്നെ പിറ്റേ ദിവസം രാവിലെ അമ്മ ഇവിടെ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ എന്നെ ഹെൽപ്പ് ചെയ്യാനൊക്കെ വന്നതാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ തീരുമാനിച്ചു, എന്തായാലും അമ്മ ഇവിടെ വന്നല്ലോ, അപ്പോൾ പപ്പയൊക്കെ അറിയിച്ചിട്ട് എൻ്റെ വീട്ടിൽ വെച്ച് തന്നെ സെലിബ്രേഷൻ നടത്താം എന്ന് ഞങ്ങൾ വിചാരിച്ചു. അങ്ങനെ ചേച്ചിയൊക്കെ വിളിച്ചറിയിച്ചു. അങ്ങനെ ചേച്ചിയൊക്കെ എൻ്റെ വീട്ടിലോട്ട് വന്നു. അപ്പോൾ അമ്മ രാവിലെ വന്ന സമയത്ത് എൻ്റെ മോൻ്റെ സ്കൂളിലെ ബുക്കൊക്കെ പൊതിയാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ടെക്സ്റ്റും ബുക്കും ഒക്കെ രാവിലെയൊക്കെ ഇരുന്ന് പൊതിഞ്ഞു കേട്ടോ. അപ്പോഴൊന്നും അമ്മ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇതുപോലെ ഞങ്ങൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുകയാണ് എന്നൊന്നും അമ്മ അറിയുന്നില്ലായിരുന്നു. പക്ഷേ രാത്രി ഇതേ പപ്പയും ചേച്ചിയൊക്കെ വന്ന ടൈമിൽ അമ്മ ബർത്ത്ഡേ സെലിബ്രേഷനാണെന്ന് അറിഞ്ഞു. അമ്മ വിചാരിച്ചത് ഒരു കേക്ക് കട്ടിംഗ് ഒക്കെ ആയിരിക്കും എന്നാണ് കരുതിയത്. അപ്പോൾ ഞങ്ങൾ ചിക്കനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പപ്പ വന്നപ്പോൾ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ചിക്കൻ കറിയും സെറ്റാക്കി. പിന്നെ ദോശയാണ് ഉണ്ടാക്കിയത് കേട്ടോ. പെട്ടെന്നുള്ള പ്ലാനിങ് ആയിരുന്നു. അപ്പോൾ പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് ഉണ്ടാക്കിയത്. അങ്ങനെ ദോശയും ചിക്കൻ കറിയായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്ത് അമ്മയ്ക്ക് അറിയായിരുന്നു എൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷനാണ്. അപ്പോൾ അമ്മ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, എന്തിനാ ഈ സെലിബ്രേഷനൊക്കെ എന്നൊക്കെ അമ്മ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു എന്നൊക്കെ. പിന്നെ ഈ എൻ്റെ മോനാണെങ്കിൽ കേക്ക് ഫ്രിഡ്ജിൽ വാങ്ങി വെച്ചിരുന്ന കാര്യം പൊട്ടിച്ചു കേട്ടോ അമ്മയോട്. അമ്മയ്ക്ക് ബർത്ത്ഡേ സെലിബ്രേഷന് സർപ്രൈസായിട്ട് കേക്ക് ഫ്രിഡ്ജിൽ വാങ്ങി വെച്ചിട്ടുണ്ട് എന്ന് അവൻ പറഞ്ഞു കൊടുത്തു കേട്ടോ. പിന്നെ അതും ആ ഒരു സർപ്രൈസും ഫ്ലോപ്പായി. അങ്ങനെ അമ്മ കേക്ക് കട്ടിംഗ് ഒക്കെ എന്ന് വിചാരിച്ച് ഇങ്ങനെ നടക്കുമായിരുന്നു കേട്ടോ. ഇതിനിടയ്ക്ക് ആദ്യം ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കി. ഒരുപാട് ലേറ്റായിട്ടാണ് ചിക്കനൊക്കെ കിട്ടിയത്. അതായത് 7 മണിക്ക് പപ്പ കട അടച്ചതിന് ശേഷമാണ് ചിക്കൻ മേടിച്ചുകൊണ്ട് വന്നത്. എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ ലേറ്റ് ആവും വരാനായിട്ട്. അപ്പോൾ പപ്പ വാങ്ങിച്ചിട്ട് വന്ന ഉടനെ ഞങ്ങൾ ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. ഞാൻ തന്നെയാണ് ഉണ്ടാക്കിയത് കേട്ടോ. പിന്നെ പിള്ളേർ സെറ്റൊക്കെ ഉണ്ടായിരുന്നു. പിള്ളേരൊക്കെ ഭയങ്കര കളിയായിരുന്നു. പിന്നെ അവരെ നോക്കാനായിട്ട് തന്നെ കുറേ പേര് വേണം കേട്ടോ. അപ്പോൾ പപ്പയും ചേച്ചിയുടെ ഹസ്ബൻഡും അമ്മയൊക്കെ പിള്ളേരൊക്കെ നോക്കുമായിരുന്നു. പിന്നെ ചേച്ചി ഇടയ്ക്കൊക്കെ ദോശ ഇടാനായിട്ട് സഹായിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഇടയിൽ പപ്പ പലഹാരമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് വാഴയ്ക്കപ്പം അതൊക്കെയാണെന്ന് തോന്നുന്നു. അതും പിന്നെ ഞങ്ങൾ കട്ടനൊക്കെ ഇട്ട് ഇതിനിടയ്ക്ക് കുടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുൾ അടിപൊളി വൈബായിരുന്നു കേട്ടോ രാത്രി. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബർത്ത്ഡേ ഫംഗ്ഷനാണ്. അപ്പോൾ എൻ്റെ വീഡിയോയിൽ ഇത് 5ാമത്തെ 6ാമത്തെ ബർത്ത്ഡേ ഫംഗ്ഷനാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സർപ്രൈസൊക്കെ ഉണ്ട് കേട്ടോ. അമ്മയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇവിടെ എല്ലാവരും വന്നിട്ടുണ്ട്. ചേച്ചി ഞാനൊക്കെ ഒരേ ഡ്രസ്സൊക്കെ ഇട്ട് സെറ്റാണ്. അപ്പോൾ ഞങ്ങൾ ആദ്യം ഒരു ഡാൻസാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലെ എല്ലാ വിഷയങ്ങളും കാണാം. അപ്പോൾ ഒരു കട്ട് ചെയ്യാം പപ്പാ. അങ്ങനെ ഞങ്ങൾ ഒരു സർപ്രൈസ് ഡാൻസൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുള്ള പ്ലാനിങ് ആണ് ഇവിടെ നടക്കുന്നത്. പക്ഷേ ഞങ്ങൾ വിചാരിച്ച രീതിയിലൊന്നും ഡാൻസ് ശരിയായിട്ടുണ്ടായിരുന്നില്ല. അതായത് ഞങ്ങൾ ഫുഡൊക്കെ തയ്യാറാക്കിയതിന് ശേഷമാണ് ഡാൻസ് പഠിക്കാൻ തന്നെ തുടങ്ങിയത്. നേരത്തെയൊന്നും നോക്കിയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു ഫോൾട്ടൊക്കെ ഈ ഡാൻസിലുണ്ടായിരുന്നു കേട്ടോ. സത്യത്തിൽ ഞാൻ ഡാൻസ് കളിച്ച് തുടങ്ങിയപ്പോഴത്തേക്കും അടുത്ത സ്റ്റെപ്പ് പോലും മറന്നിട്ടുണ്ടായിരുന്നു.
അങ്ങനെ ഡാൻസ് എങ്ങനെയെങ്കിലുമൊക്കെ ഞങ്ങൾ കാട്ടിക്കൂട്ടി വെക്കുകയായിരുന്നു. എന്നാലും നല്ല രസമായിരുന്നു കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു. കുറച്ചുകൂടെയൊക്കെ നല്ല രീതിയിൽ ചെയ്യാമായിരുന്നു. പക്ഷേ അതിന് ഞങ്ങൾക്ക് പറ്റിയില്ല. അങ്ങനെ അമ്മയ്ക്ക് ഞങ്ങളൊരു ഡാൻസിലൂടെ സർപ്രൈസ് കൊടുക്കുകയായിരുന്നു. അപ്പോൾ ഈ ഡാൻസ് ഞാൻ തന്നെ സ്വന്തമായിട്ട് സെറ്റ് ചെയ്തതൊന്നുമല്ല. ഏതോ ഒരു യൂട്യൂബ് വീഡിയോയിൽ ഞാൻ കണ്ടിട്ട് അത് അനുകരിച്ചതാണ് കേട്ടോ. അപ്പോൾ അതിൽ നല്ല രസമുണ്ട് അവർ ചെയ്യുന്നത്. പിന്നെ ഞങ്ങളുടേതായ രീതിയിൽ, ഞങ്ങൾക്ക് ആളുകളൊക്കെ കുറവായിരുന്നു, അതിൻ്റേതായ രീതിയിൽ ഞങ്ങൾ ചെയ്തെന്നേ ഉള്ളൂ. പിള്ളേരൊക്കെ നല്ല സന്തോഷത്തിലായിരുന്നു കേട്ടോ. അങ്ങനെ ഡാൻസൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാനായിട്ട് ഒരുങ്ങി. അപ്പോൾ കേക്കൊക്കെ ഞങ്ങൾ നേരത്തെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ എല്ലാ വീഡിയോയിലും കേക്ക് ഓർഡർ ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട് തന്നെയാണ് ഈ കേക്കും റെഡിയാക്കി തന്നത്. അപ്പോൾ എനിക്ക് ആദ്യം ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു, കേക്കിനകത്ത് ഫോൺ സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം, അങ്ങനെ സർപ്രൈസ് ചെയ്യാം ഒരു തിങ്കിങ് ഉണ്ടായിരുന്നു. പക്ഷേ അത് നടന്നില്ല. പിന്നെ ഞങ്ങൾ കേക്ക് മാത്രമായിട്ട് തന്നെ കട്ട് ചെയ്യുകയായിരുന്നു. ഫോൺ ഞങ്ങളല്ലാതെ കേക്ക് കട്ടിങ്ങിന് ശേഷം അമ്മയ്ക്ക് കൊടുക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കേക്ക് കട്ടിങ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അതിനുശേഷം ഞങ്ങൾ സർപ്രൈസായിട്ട് വാങ്ങിച്ച മൊബൈൽ ഫോണ് അമ്മയ്ക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അമ്മയെ ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചു. അമ്മ ഒട്ടും വിചാരിച്ചിരുന്നില്ല കേട്ടോ ഞങ്ങൾ ഫോണാണ് ഗിഫ്റ്റായിട്ട് കൊടുത്തതെന്ന്.
അതുവഴി പോകണം. എൻ്റെ മക്കളും മരുമക്കളും എല്ലാം മനസ്സിലാക്കി. എനിക്കൊരു പൊട്ട ഫോണുണ്ടായിരുന്നു, അത് അവർ മനസ്സിലാക്കിയിട്ട് എനിക്ക് നല്ലൊരു ഫോണുണ്ട്. ഇത് ഞാൻ തിന്നു വരുമെന്നാണ് അവനുണ്ട്.